പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ പാഠം പഠിക്കുകയാണ്. പാഠത്തിൻ്റെ പേര് മേരെ ബച്ചേ കോ സിഖായേ. അതിൻ്റെ മുകൾ ഭാഗത്ത്, ഹെഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് പത്ര എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. പത്ര പറഞ്ഞാൽ കത്താണ്. ഈ കത്തിന് ഹിന്ദിയിൽ 3 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ. ഒന്ന് പത്ര എന്നെഴുതും, രണ്ടാമത്തത് ഖത്ത് എന്നെഴുതും, മൂന്നാമത് ചിട്ടി എന്നും എഴുതാറുണ്ട്. പഴയ ഗസലിലൊക്കെ കേട്ടില്ലേ, ചിട്ടിയായി ഹേ എന്നിട്ട് സംഭവം. ഓക്കെ, ഇത് ഒരു ലെറ്ററാണ്. ഈ ലെറ്റർ എഴുതിയിട്ടുള്ളത് എബ്രാഹിം ലിങ്കനാണ്. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എബ്രാഹിം ലിങ്കൺ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് തരുന്നുണ്ട് ഈ പാഠത്തിലൂടെ. എബ്രാഹിം ലിങ്കൺ തൻ്റെ മകൻ്റെ സാറിനയച്ച, അഥവാ മകനെ പഠിപ്പിക്കുന്ന സാറിനയച്ച ഒരു കത്താണ് മേരെ ബച്ചേ കോ സിഖായേ എന്നുള്ളത്. എന്നാണ് ഈ കത്ത് എഴുതിയത് നോക്കൂ. 1860 മാർച്ച് 15. ഓക്കെ, അപ്പോൾ പാഠഭാഗത്തിലേക്ക് പോവാം. എബ്രാഹിം ലിങ്കനെ കുറിച്ച് കൂടുതൽ നിങ്ങളെ ഹിസ്റ്ററി അധ്യാപകർ പറഞ്ഞുതരും. നമ്മൾ ഇപ്പം കത്തിലേക്ക് പോവാം. എബ്രാഹിം ലിങ്കൺ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. പരാജയത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി കളഞ്ഞു. അഥവാ അനേക തവണ അമേരിക്കൻ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും അനേക തവണ പരാജയപ്പെടുകയും ചെയ്തു. ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റു, രണ്ടാമത്തെ മത്സരിച്ച് തോറ്റു, മൂന്നാമത് മത്സരിച്ച് തോറ്റു. നമ്മളൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകില്ല. അതേസമയം ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും മത്സരിച്ചു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ കാലവും അറിയപ്പെടുന്ന ഒരു പ്രസിഡന്റായി മാറി, അമേരിക്കൻ പ്രസിഡന്റായി മാറി, കറുത്ത വർഗ്ഗക്കാരനായ എബ്രാഹിം ലിങ്കൺ. അപ്പം അദ്ദേഹം തൻ്റെ മകൻ്റെ സാറിനയച്ച കത്താണ്. ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം. प्रिय गुरुजी, सभी व्यक्ति न्यायप्रिय नहीं होते और न ही सब सच बोलते हैं. ये तो मेरा बच्चा कभी न कभी सीख ही लेगा. पर उसे ये अवश्य सिखाएं कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. अगर स्वार्थी राजनीतिक है तो जनता के हित में काम करने वाले देश प्रेमी भी हैं. उसे ये भी सिखाएं कि अगर दुश्मन होते हैं तो दोस्त भी होते हैं. मुझे पता है कि इसमें समय लगेगा, परंतु हो सके तो उसे ये जरूर सिखाएं कि मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्ढी से कहीं अधिक मूल्यवान होता है. എന്താണ് ഇവിടെ പറയുന്നത്? കത്തിന്റെ ഫോർമാറ്റ് കണ്ടോ? ആദ്യം ഡേറ്റ് എഴുതിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ പ്ലേസും ഡേറ്റും എഴുതാറുണ്ട്. കുഴപ്പമില്ല, പ്ലേസ് അടിയിലുണ്ടാവും കേട്ടോ. പ്രിയപ്പെട്ട സർ, അദ്ദേഹം നമ്മളൊക്കെ കത്തെഴുതുന്ന പോലെ എന്തൊക്കെയാണ് വിശേഷം എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ മകൾക്ക് തലവേദന ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഹാജരായില്ല, അതുകൊണ്ട് അവൾക്ക് ലീവ് അനുവദിക്കണം എന്നല്ല എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് നോക്കാം. സഭി വ്യക്തി ന്യായപ്രിയ നഹി ഹോത്തെ ഔർ നഹി സബ് സച്ച് ബോൽത്തെ ഹെ. തുടക്കം തന്നെ എങ്ങനെയാണ്? എല്ലാവരും ന്യായം ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. ഔർ സഭി നഹി സച്ച് ബോൽത്തെ, എല്ലാവരും സത്യം പറയുന്നവരുമല്ല. എല്ലാവരും സത്യം പറയുന്നവരായിരുന്നുവെങ്കിൽ ഈ ലോകമൊക്കെ എന്നേ രക്ഷപ്പെടുമായിരുന്നു അല്ലേ. ഓക്കെ, നമ്മുടെ അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ.
അദ്ദേഹത്തിൻ്റെ അഭിമുഖം യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നു, ഒരു പ്രതിക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. അവിടെ നമ്മളൊക്കെ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും ന്യായം ഇഷ്ടപ്പെടുന്നവരല്ല എന്ന്. അതെന്തായാലും നിങ്ങൾ കണ്ടോളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിച്ചത് കൊണ്ട് തന്നെ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണ് നല്ലത്. അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കേൾവിക്കാർ തീരുമാനിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും ന്യായം ഇഷ്ടപ്പെടുന്നവരല്ല എന്തായാലും. പറഞ്ഞാൽ ഹി സച്ച് പോലത്തെ എല്ലാവരും സത്യം പറയുന്നവരുമല്ല. ये तो मेरा बच्चा कभी न कभी सीख ही लेगा. ये तो मेरा बच्चा, എൻ്റെ കുട്ടി അതൊരിക്കൽ പഠിക്കും. നമുക്ക് ചെറുപ്പത്തിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അറിയാം അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് അറിയുന്നതാണ്. ഈ ഒരു സെക്കൻഡിൽ അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അടുത്ത സെക്കൻഡിൽ അറിയുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡിൽ അറിയാത്ത ഒരു കാര്യമാണ് അടുത്ത മിനിറ്റിൽ, അടുത്ത മണിക്കൂറിൽ, അടുത്ത ദിവസം, അടുത്ത വയസ്സിൽ, അടുത്ത വർഷത്തിൽ. അങ്ങനെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ അറിവുകൾ ആർജിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നു, യേ തോ മേരാ ബച്ച കഭി ന കഭി സീഖ് ഹി ലേഗാ. അത് സാറ് പഠിപ്പിക്കുന്നു വേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മകന് മനസ്സിലായിക്കോളും എല്ലാവരും ന്യായം ഇഷ്ടപ്പെടുന്നവരല്ല, എല്ലാവരും സത്യം പറയുന്നവരല്ല എന്നുള്ളത്. पर उसे ये अवश्य सिखाएं कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. പക്ഷെ ഒരു കാര്യം എന്തായാലും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ലോകത്ത് ബദ്മാഷ് എന്ന് പറഞ്ഞാല് ഹിന്ദിക്കാർ പറയുന്ന ചീത്തയാണ്. ബദ്മാഷ്, സാലെ, കുത്തെ, കമീനെ എന്നൊക്കെ പറഞ്ഞിട്ടാ ഭയങ്കര തെറി പറയുന്നതാണത്. ബദ്മാഷ് എന്ന് പറഞ്ഞാൽ തെമ്മാടി. ഈ ലോകത്ത് തെമ്മാടികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എങ്കിൽ, അങ്ങനത്തെ തെമ്മാടികളായിട്ടുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ അച്ഛേ നേക് ഇൻസാൻ ബി ഹോത്തെ ഹൈ, നല്ലവരായ, ഏറ്റവും നല്ല മനുഷ്യരായ, നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥരായ ആളുകളും ഉണ്ടായിരിക്കും. ശരിയല്ലേ? നമുക്ക് മധുരം എന്ന് തിരിച്ചറിയാൻ കാരണം എന്താ? കയ്പ് എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ് അല്ലേ? കയ്പ് എന്താണ് എന്നറിയുന്നത് കൊണ്ടാണ് മധുരം തിരിച്ചറിയുന്നത്. അതുപോലെ നല്ല മനുഷ്യർ തിരിച്ചറിയണമെങ്കിൽ ഒരുപാട് ചീത്ത മനുഷ്യരുണ്ടാവണം. എല്ലാവരും ഒരേപോലെയാണെങ്കിൽ ഇതിലാരാ നല്ലത്, ചീത്ത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ചീത്ത മനുഷ്യർ ഈ ലോകത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നല്ല മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരെ കാണാൻ പോകുന്നു എന്നുള്ളത്. ഓക്കെ, അതൊക്കെ എൻ്റെ മോനെ പഠിപ്പിച്ചു കൊടുക്കണം. അഗർ സ്വാർത്ഥി രാജനീതിക്ക് ഹേ तो जनता के हित में काम करने वाले देश प्रेमी भी है. ഇനി രാജനീതി കേട്ടല്ലോ, രാജനീതിജ്ഞ, രാഷ്ട്രീയ പ്രവർത്തകർ, സ്വാർത്ഥരായ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാടുണ്ട് ഇല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഏറ്റവും വലിയ സമ്പന്നരായ രാഷ്ട്രീയക്കാരെ നമുക്കറിയാം. ഇത് രാഷ്ട്രീയക്കാരായതുകൊണ്ട് പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും പക്ഷം പിടിച്ച് പറയുകയാണെന്ന് പറയും ഇല്ല. അതുകൊണ്ട് തന്നെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തി നോക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരുടെ നാവ്, അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിലേക്ക് ഉയർന്നു വരാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ അവർ വലിയ സമ്പന്നരായി മാറുന്നു. ആ സമയത്ത് മുഴുവൻ അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് സ്വാർത്ഥത മാത്രമാണ്, സ്വന്തം അർത്ഥം മാത്രം, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചതുകൊണ്ടാണ് അവരത്ര വലിയ സമ്പന്നരായത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജനതാക്ക് ഹിത്മേ കാം കർണേ വാലെ ദേശ് പ്രേമി ഭി ഹേ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരുപാട് ദേശസ്നേഹികളായ രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്, നേതാക്കന്മാരുമുണ്ട്. ഒരുപാട് രാജാക്കന്മാരെ പറ്റിയും ഒരുപാട് ഭരണകർത്താക്കന്മാരെ പറ്റിയൊക്കെ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. അവർ ഭരണത്തിലിറങ്ങുന്നു, ഭരണം നടത്തിയിട്ട് അവരവസാനം ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മുടെ ഗാന്ധിജിയും നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയും അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ ഉമറിൻ്റെ ഭരണം ഇഷ്ടപ്പെടുന്നുവെന്ന്. ഉമറിൻ്റെ ഭരണത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായ പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിൽ പോലും അധികാരം കൈ വന്നതിന് ശേഷം, അധികാരം വന്നപ്പോൾ, കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം
പിന്നെ ഭിക്ഷക്കാരനെ പോലെ ജീവിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് മഹാന്മാരായ നേതാക്കന്മാർ ഉമറിൻ്റെ ഭരണം എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നത്. ശിക്ഷയ്ക്ക് കണിശമായ ശിക്ഷ നൽകിയിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. उसे ये भी सिखाएंगी अगर दुश्मन होते हैं तो दोस्त भी होते हैं. അതേപോലെ മറ്റൊരു കാര്യമാണ്, ശത്രുക്കൾ ഈ ലോകത്തുണ്ടോ, തീർച്ചയായും നിങ്ങൾക്ക് മിത്രങ്ങളും ഉണ്ടായിരിക്കും എന്നവന് പഠിപ്പിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുझे पता है कि इसमें समय लगेगा. എനിക്കറിയാം, മുझे पता है, എനിക്കറിയാം. പത പറഞ്ഞ അഡ്രസ്സാണ്. എനിക്ക് അഡ്രസ്സ് ഉണ്ടെന്നല്ല പറഞ്ഞത്, എനിക്കറിയാം. इसमें समय लगेगा, ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. परंतु हो सके तो उसे ये जरूर सिखाएं कि मेहनत से कमाया एक पैसा भी हराम में मिली നോട്ടോं की गड्डी से अधिक മൂല്യവാൻ होता है. പക്ഷെ പറ്റുമെങ്കിൽ സാർ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. സാറിൻ്റെ അടുത്ത് പറയണം, ഇബ്രാഹിം ലിങ്കൺ പ്രസിഡന്റാണ്, അദ്ദേഹം പറയണം, പറ്റുമെങ്കിൽ സാർ നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ മോനോട് പറയണം, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, അതൊരു ചെറിയ ഒരു നാണയമാണെങ്കിൽ പോലും, ഒരു പൈസയാണെങ്കിൽ പോലും, അത് ഹറാമായ മാർഗത്തിലൂടെ, കണ്ട ഹറാം അത് അറബി പദമാണ്, നിഷിദ്ധമായ മാർഗത്തിലൂടെ ലഭിക്കുന്ന നോട്ട് കെട്ടുകളെക്കാൾ 10 മടങ്ങ് വിലയുണ്ട് ആ ഒരു പൈസയ്ക്ക് എന്ന് എൻ്റെ മോനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട വേണം. എന്താ പറഞ്ഞത്? നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സമ്പാദിച്ച നോട്ട് കെട്ടുകളേക്കാൾ മൂല്യവത്താണ് അധ്വാനിച്ച് ലഭിക്കുന്ന വളരെ തുച്ഛമായ പൈസ എന്ന് എൻ്റെ മകനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് എബ്രാഹിം ലിങ്കൺ പറയുന്നു. ഇവിടെ ചോദ്യം കാണുന്നുണ്ടല്ലോ, मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होती है. अपना दृष्टिकोण प्रकट करें. അത് തന്നെയാണ് ചോദ്യം. അധ്വാനിച്ച് കിട്ടുന്ന ഒരു പൈസയാണെങ്കിൽ പോലും നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ നേടുന്ന നോട്ട് കെട്ടുകളേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് എബ്രാഹിം ലിങ്കൺ പറയുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഒന്ന് എഴുതുക. അതാണ് അതിലെ ചോദ്യം. അടുത്ത ഭാഗത്ത് പറയും നോക്കൂ. उसे हारना सिखाएं और जीत में खुश होना भी सिखाएं. हो सके तो उसे राग द्वेष से दूर रखें और उसे अपनी मुसीबतों को हंसकर टालना सिखाएं. वो जल्दी ही ये सब सीखें कि बदमाशों को आसानी से काबू में किया जा सकता है. എന്ന് പറയാൻ നോക്കൂ. ഉസെ ഹാർന സിഖായേ. എൻ്റെ മോനെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് തോറ്റു കൊടുക്കാൻ പഠിപ്പിക്കുക. എന്താണ് തോറ്റു കൊടുക്കാൻ പഠിപ്പിക്കുക എന്നാൽ? നമ്മളൊക്കെ വീട്ടിൽ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും തോറ്റു കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ സാഹോദര്യം നിലനിൽക്കാൻ വേണ്ടി. അതുപോലെ സുഹൃത്തുക്കളോട് തോറ്റു കൊടുക്കുന്നു, സൗഹൃദം നിലനിൽക്കാൻ വേണ്ടി. അമ്മയോടും അച്ഛനോടും തോറ്റു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി. എന്താണ് ഈ തോൽവി? തോൽവി എന്ന് പറയുമ്പോൾ മറ്റൊരാളോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വലിയൊരു മാർഗമാണത്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ നന്നായിട്ട് ചെസ്സ് കളിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അനിയൻ കുട്ടി അല്ലെങ്കിൽ അനിയത്തി കുട്ടി ചെസ്സ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആ കുട്ടി കളിക്കാൻ ശ്രമിക്കുകയാണ്. കുറേ കളിയൊക്കെ ശരിയായി വരും. അപ്പം നമുക്കറിയാം ഈ കുട്ടി കളിക്കുന്നത് തെറ്റാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കളി പോലും കളിക്കാതെ മെല്ലെ മെല്ലെ തോറ്റു കൊടുക്കും. ആ കുട്ടിയുടെ സന്തോഷം നമുക്ക് കാണാം. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും പ്രശ്നങ്ങളില്ലാതിരിക്കാനും വേണ്ടി
തോറ്റു കൊടുക്കുക. മറ്റൊരു ഉദാഹരണം പറയാം കേട്ടോ. അത് ക്ലാസ്സിലാണെങ്കിൽ ശരിക്കും ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പം വോയിസ് ഒക്കെ ആകുമ്പോഴേ പ്രശ്നമാണ്. ഈ സ്നേഹമുള്ളിടത്ത് എപ്പോഴും വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ അച്ഛന്മാർ, അമ്മമാർ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ ആക്കാം. എന്താ പിന്നെ പരാതിയില്ലല്ലോ. ഓക്കെ, നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പുണ്ട്. പക്ഷെ അവർ കലഹിക്കാറുണ്ട്. ചെറിയ പ്രശ്നത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് ഒരാൾ നിശബ്ദനാവുന്നു, അല്ലെങ്കിൽ ഒരാൾ നിശബ്ദയാവുന്നു. അച്ഛൻ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മ കുറച്ചു നേരം പറയാതിരിക്കുന്നു. എങ്കിൽ ആ പ്രശ്നം അവിടെ തീരുന്നു. കാരണം എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരാൾ തോറ്റു കൊടുക്കുന്നു. ഒരാൾ തോറ്റു കൊടുക്കുന്നതോടുകൂടി അവിടെ ബഹളമില്ലാതെയാവുന്നു, അഥവാ ബന്ധങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി, ജീവിത വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരും. അപ്പോൾ തോറ്റു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ഒരർത്ഥം അതിന് പറയാം. മറ്റൊരർത്ഥം ഇതാണ്: ജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേരിടുന്ന പരാജയത്തിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കണം. അക്ബർ ചക്രവർത്തി ഒരിക്കൽ ഫുൾ ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുകയാണ്, ഭയങ്കര ടെൻഷനിൽ നടക്കുകയാണ്. ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പം അക്ബർ ചക്രവർത്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ നല്ലൊരു മന്ത്രി ഉണ്ടല്ലോ, ഒരു വിദൂഷകൻ. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ബീർബൽ. ഓക്കെ, അപ്പോൾ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും, എത്ര വലിയ സന്തോഷമാണെങ്കിലും, എത്ര വലിയ സങ്കടമാണെങ്കിലും അത് മാറാൻ പറ്റുന്ന ഒരു വാചകം എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണ് അദ്ദേഹം. ബീർബൽ എന്ത് ചെയ്തു? പിറ്റേ ദിവസം കൊട്ടാരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഈ സമയവും കഴിഞ്ഞു പോകും. നിങ്ങളത് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ വാട്സാപ്പിലൊക്കെ വന്നൊരു മെസ്സേജാണ്, ഈ സമയവും കഴിഞ്ഞു പോകും. അപ്പോൾ ജീവിതത്തിൽ പരാജയം എന്നുള്ളത് എല്ലാ കാലത്തും പരാജയമായിരിക്കില്ല. വിജയം എന്നുള്ളത് എല്ലാ കാലത്തും വിജയമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഹാർന സിഖായെ, പരാജയപ്പെടാൻ പഠിപ്പിക്കുക, തോറ്റു കൊടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ചെറിയ ഒരു വാചകത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഓക്കെ, ഉസേ ഹാർന സിഖായ और जीत में खुश होना भी सिखाए. അതുപോലെ വിജയത്തിൽ സന്തോഷിക്കാനും പഠിപ്പിക്കണം. വിജയിച്ചാൽ സന്തോഷിക്കാൻ പഠിപ്പിക്കണം. അത് പഠിക്കൊന്നും വേണ്ട, അല്ലേ? നമുക്കൊക്കെ അറിയാം, ജയിച്ചാൽ നമ്മൾ സന്തോഷിക്കും. हो सके तो उसे राग द्वेष से दूर रखें और उसे अपनी मुसीबतों को हंसकर टालना सिखाएं. ഈ രാഗദ്വേഷം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് പോവുക, എല്ലാത്തിനോടും വിരക്തി ഉണ്ടാവുക. ലൗകിക ജീവിതത്തിൽ, ഈ ലോകത്തുള്ള ജീവിതത്തിനോട് വിരക്തി ഉണ്ടായിട്ട് എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക, അതൊരു നല്ല മാർഗമല്ല എന്ന് എബ്രാഹിം ലിങ്കൺ പറയുന്നു. ഓക്കെ, അങ്ങനെ പറ്റുമെങ്കിൽ ഈ രാഗദ്വേഷം എന്നൊക്കെ പറയുന്ന ഈ വിരക്തിയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ ചെയ്യരുത് എന്ന് പറയാ, പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൻ പഠിച്ചോളും. കാരണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തു തീർക്കാനുണ്ട്. വെറുതെ ഇങ്ങോട്ട് ജനിച്ച് ഒരുപാട് ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടുംബത്തിനെയും സംരക്ഷിച്ച് അങ്ങോട്ട് മരിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ ജനിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതേപോലെ ഇങ്ങോട്ട് ജനിക്കുന്നു, നല്ല ആരോഗ്യമുള്ള സമയത്ത് ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയി സന്യാസം സ്വീകരിക്കുന്നു. ആർക്കും ഒരു ഉപകാരമില്ലാതെ കുറെ കാലം ജഡയും നരയൊക്കെ ബാധിച്ച് അങ്ങോട്ട് മരിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് അബ്രഹാം ലിങ്കൺ പറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തണേ എൻ്റെ മകനെ, പറ്റുമെങ്കിൽ എന്ന് സാറിനോട് പറയുന്നു.
उसे मुसीबतों को हंसकर ठालना सिखाए. മുസീബത്ത് എന്ന് പറയാൻ കേട്ടില്ലേ? വല്ലാത്തൊരു മുസീബത്തായല്ലോ പഠിച്ചോനെ എന്നൊക്കെ പറയില്ല ചിലര്. അതന്നെ, നാശം, പ്രശ്നങ്ങള്, കുഴപ്പങ്ങള്, എന്ത് കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ പഠിക്കണം. ഠാൽന അവഗണിക്കുക, അങ്ങോട്ട് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ കഴിയണം. ഇങ്ങനെ പറയാറുണ്ട്, ദൈവമേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എന്ത് പ്രശ്നം വന്നാലും എനിക്കത് പ്രശ്നമേ അല്ല, കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവം തന്ന ആരോഗ്യം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു ഭീഷണിയാണ്. പ്രശ്നമേ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നീയല്ല, നിന്നേക്കാൾ വലിയ പ്രശ്നം വന്നാലും എനിക്കിത് നേരിടാനുള്ള കഴിവുണ്ട് എന്ന് പറയണം. वो जल्दी ही ये सब सीखें कि बदमाशों को आसानी से काबू में किया जा सकता है. जल्दी ही ये सब सीखें. അവരിതൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കും. ഏതാണെന്നറിയോ? എന്ന് പറയുന്നു, बदमाशों को आसानी से काबू में किया जा सकता है. ബദ്മാഷ് നമ്മൾ ആദ്യം കേട്ടല്ലോ അല്ലേ? തെമ്മാടികളായ മനുഷ്യരെ പെട്ടെന്ന് വരുതിയിൽ വരുത്താമെന്ന് എൻ്റെ മോൻ പഠിച്ചോളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഏറ്റവും കുരുത്തം കെട്ട ആളായിരിക്കും ഏറ്റവും നല്ല ആളാവുക. അതെപ്പോഴാണ് നല്ല ആളാവുകയെന്നറിയോ? ആപ്റ്റായിട്ടുള്ള ഒരു മനുഷ്യൻ അവനെ കാണുന്നത് വരെ. ചിലപ്പോൾ ഒരൊറ്റ അടി കൊണ്ട് അയാൾ ശരിയാവും, ചിലപ്പോൾ ഒരൊറ്റ സംസാരം കൊണ്ട് ശരിയാവും, വേണ്ട ചിലരുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് അയാൾ മാറിയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള ഒരു സഹവാസം കൊണ്ട്. അങ്ങനെ ആപ്റ്റായിട്ടുള്ള, ഏറ്റവും ഉചിതനായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ആ തെമ്മാടിയോട് സംസാരിക്കുകയോ അദ്ദേഹത്തിനെ ഒന്ന് പിടിച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ, ഏത് രീതിയിലാണോ ആ സമയത്ത് ആവശ്യം ആ രീതിയിൽ ഒന്ന് പെരുമാറുകയോ ചെയ്താൽ അയാൾ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓരോ തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്കും ഭയങ്കര പശ്ചാത്താപം ഉണ്ടായിരിക്കും. എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. നല്ല മനുഷ്യരാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നന്നാക്കാൻ കഴിയില്ല, തെമ്മാടികളെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ പറ്റും. അവരുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. കണ്ടോ, ആ നല്ല മനുഷ്യൻ, അയാൾ കുടുംബവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു, നാട്ടിലിറങ്ങി അയാൾക്ക് നിലയും വിലയുണ്ട്, പിന്നെ അയാൾക്ക് നല്ല പൊസിഷനിൽ ജോലിയിലെത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ ദുശ്ശീലം കൊണ്ട് ഈശ്വര എവിടെയും ഒരു ജോലിയും കിട്ടുന്നില്ല, നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരിക്കും. അങ്ങനെ ഉള്ള ആളുകളെ വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാം എന്നാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്. അതൊക്കെ എൻ്റെ മോൻ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും എന്ന്. അടുത്ത ഭാഗത്ത് പറയും, നോക്കൂ. अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाए. साथ साथ उसे प्रकृति की सुंदरता, नीले आसमान में उड़ते आजाद पक्षी, सुनहरी धूप में गुनगुनाती मधुमक्खियां और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहराने दे. स्कूल में उसे सिखाएं कि नकल करके पास होने से फेल होना बेहतर है. अगर संभव हो तो, സംഭവം എന്ന് പറഞ്ഞാൽ സാധ്യത എന്നാണ് കേട്ടോ, മലയാളത്തിൽ സംഭവമല്ല. അഗർ സംഭവ് ഹോത്തോ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഉസെ കിതാബോं की मनमोहक दुनिया में अवश्य ले जाएं. പുസ്തകങ്ങളുടെ മോഹിപ്പിക്കുന്ന ലോകത്തിലേക്ക് അവനെ കൊണ്ടുപോകണം. വായനയുടെ വല്ലാത്തൊരു ലോകമാണ് ഈ വായന എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാത്ത ലോകങ്ങൾ ഉണ്ടാവില്ല. ഏത് പുസ്തകം വായിച്ചാലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് ലഭിച്ചിരിക്കും. അതൊരു വല്ലാത്ത മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒരു ലോകമാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ. പത്രമൊക്കെ എന്തായാലും നമ്മൾ വായിക്കുന്നുണ്ട്. ചെറിയ കഥകൾ, ചെറുകഥകൾ, നോവലുകൾ, യാത്രാ വിവരണങ്ങൾ, ജീവചരിത്രങ്ങൾ, അങ്ങനെ കുറേ മേഖലകളിലേനോ ഒക്കെ ഉണ്ട്. അതൊക്കെ വായിക്കാം നമുക്ക്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ വളരും. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റുന്ന
ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എവിടെയുണ്ട്? നമ്മളെ ലൈബ്രറിയിലുണ്ട്, പിന്നെ പബ്ലിക് ലൈബ്രറികളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പഞ്ചായത്തിലെ ഒരു 5-6 ലൈബ്രറികൾ ഓരോ സ്ഥലങ്ങളിലുണ്ടല്ലോ. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് വായിക്കാം, മെമ്പർഷിപ്പ് എടുക്കാം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും അവിടെ മെമ്പർഷിപ്പ് കിട്ടും. എന്നിട്ട് നിങ്ങൾ വായിക്കുക. ഇവിടെ പറയുന്നു, മനസ്സിനെ മോഹിപ്പിക്കുന്ന വായനയുടെ ലോകത്തിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുപോകണം. साथ साथ उसे प्रकृति की सुंदरता, नीले आसमान में उड़ते आजाद पक्षी, सुनहरी धूप में गुनगुनाती मधुमक्खियां और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दे. കൂടെ തന്നെ ഉസെ പ്രകൃതിക്ക് സുന്ദരത, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പഠിപ്പിക്കണം. എപ്പോഴെങ്കിലും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ പ്രകൃതിയുടെ സൗന്ദര്യം? നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുക, സൂര്യോദയം നിങ്ങൾ കാണണം. അഥവാ സൂര്യൻ ഉദിച്ചു ഉയരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങുക. കുറച്ച് സമയം, ഒരുപാട് നേരം പോകണ്ട, കുറച്ച് നേരം പോയി നോക്കൂ. ഒരു ചെറിയ കുളിർ കാറ്റുണ്ടാവും, പക്ഷികളുടെ കിലകില ശബ്ദങ്ങൾ കേൾക്കാം. ഓരോ പക്ഷികളും അതിരാവിലെ ഉണർന്നിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ പരസ്പര സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ പറന്നു പോകും ഭക്ഷണം അന്വേഷിച്ച്. കുറച്ച് കഴിയുമ്പം സൂര്യൻ ഉദിച്ചു വരുന്നു, സൂര്യരശ്മികൾ ഇങ്ങനെ വരുന്നു. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല ഇലകളും പൂവുകളും മരങ്ങളൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത്, അതുപോലെ പക്ഷികൾ ചേക്കേറുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സൂര്യാസ്തമയം, വൈകുന്നേരത്തെ കാറ്റ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പഠിക്കണം. നീലെ ആസ്മാൻമേ ഉടുത്തെ ആസാദ് പക്ഷി, അതുപോലെ മറ്റൊന്നാണ് നീലാകാശത്ത് ഇങ്ങനെ സ്വതന്ത്രമായി പറന്നു നടക്കുന്ന പക്ഷികളെ, നീലാകാശത്ത് സ്വതന്ത്രമായി പറന്നു നടക്കുന്ന പക്ഷികളെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കണം. സുനരി ധൂപമേം ഗുൻഗുനാത്തി മധുമക്കിയാം, ആ പൊൻവെയിലിൽ ഇങ്ങനെ തിളങ്ങി പറക്കുന്ന മധുമക്കി, മധു പറഞ്ഞാൽ തേൻ, മക്കി പറഞ്ഞാൽ ഈച്ച, മധുമക്കി തേനീച്ച അല്ലേ? തേനീച്ചകൾ ഇങ്ങനെ പറക്കുന്നത് ശ്രദ്ധിക്കുക. തേനീച്ചയുടെ ഒക്കെ ഈ പറക്കലിന് വലിയ ശാസ്ത്രീയതയുണ്ട്, വലിയ വലിയ തത്വങ്ങളുണ്ട്. ഒരൊറ്റ തേനീച്ച പോയിട്ടാണ് പൂവ് എവിടെയാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളതെന്ന് കണ്ടെത്തുകയും അത് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളവരെ ടീമിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ആ പൊൻവെയിലിൽ ഇങ്ങനെ ഗുൻഗുനാത്തി മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പറന്നു നടക്കുന്ന തേനീച്ചകളെ കാണണം. और पहाड़ की ढलानों पर खिलखिलाते ജംഗലി ഫൂലോം കി ഹസി, അതുപോലെ പർവ്വത ശിഖരങ്ങളിലൊക്കെ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ താഴ്വരകളിലൊക്കെ ഇങ്ങനെ മനോഹരമായി നിൽക്കുന്ന ജംഗലി ഫൂൽ, കാട്ടുപൂക്കളൊക്കെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കണം. നിഹാർനാല് നിരീക്ഷിക്കുക. ഇതൊക്കെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കണം. അതൊക്കെ ഒന്ന് കാണാൻ, എങ്ങനെയാണത് ആസ്വദിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പരിസ്ഥിതി ക്യാമ്പുകളിലൊക്കെ പോയി കഴിയുമ്പോൾ കേട്ടിട്ടില്ലേ നിങ്ങൾ, ഓരോരുത്തരെ നമ്മുടെ കൂടെ വരുന്ന അധ്യാപകരും അവിടുത്തെ ഗാർഡൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ വിവരിച്ച് തരും ഓരോ കാര്യങ്ങൾ, അല്ലേ? ഇത് ഇന്ന പൂവാണ്, ഇന്ന ചെടിയാണ്, ഇന്ന കായാണ്, ഈ മരത്തിലാണ് പുലി കയറാറുള്ളത്, ഈ മരത്തിൽ കടുവ മാന്തുന്ന സ്ഥലമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരില്ലേ? അതുപോലെ ഇതൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവിനെ എൻ്റെ മോനെ ഉണ്ടാക്കി കൊടുക്കണം. സ്കൂൾ में उसे सिखाएं कि नकल करके पास होने से फेल होना बेहतर है. സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട വേറൊരു പ്രധാന കാര്യം ഇതാണ്: കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോറ്റു പോവുകയാണ് എന്ന് പഠിപ്പിക്കണം. അടുത്ത പാരഗ്രാഫിൽ നോക്കൂ, എന്താ പറയുന്നത് നോക്കൂ. चाहे सभी लोग उसे गलत कहें, परंतु वो अपने विचार में पक्का विश्वास रखें और उन पर अटिक रहे. वो भले लोगों के साथ नेक व्यवहार करें और बदमाशों को करारा सबक सिखाए. जब लोग भेड़ों की तरह एक ही रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो.
उसे सिखाएं कि वो हर एक की बात को धैर्यपूर्वक सुने, फिर उसे सत्य की कसौटी पर कसें और केवल अच्छाई को ही ग्रहण करें। अगर हो सके तो उसे सुख में भी हंसने की सीख दे എന്താ പറയുന്നു ഇതില്. चाहे सभी लोग उसे गलत कहे. ഇതില് ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. എല്ലാവരും അവൻ പറയുന്നത് തെറ്റാണ് എന്ന് പറയട്ടെ, പറയാന്ന് വിചാരിക്കാം. परंतु वो अपने विचारों में पक्का विश्वास रखे. പക്ഷെ താൻ പറയുന്നത് സത്യമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഒരു കളവ് പറയുമ്പോൾ എല്ലാവരും കൂടി പിന്നെ പറയാൻ നിൽക്കരുത്. നമ്മൾ കളവ് പറയാതിരിക്കണം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം നമ്മളൊരു കാര്യം പറയുന്നു, ഒരു പക്ഷേ അത് ജനങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ പറയുന്നത് സത്യമായിരിക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ എല്ലാവരും അവൻ പറയുന്നത് ശരിയല്ല, അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നു വിചാരിക്കുക. परंतु अपने विचारों में पक्का विश्वास रखिए. പക്ഷേ നമ്മളുടെ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. പക്ക വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. അവർ ഉൻപർ അടിഗ്രഹി, അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കുക. അടിക്കറ ഉറച്ചു നിൽക്കുക തന്നെയാണ് കേട്ടോ. वो भले लोगों के साथ नेक व्यवहार करे. നല്ല മനുഷ്യനുണ്ട്, ഭല നല്ല മനുഷ്യരാണ്. ഭലേ ഇൻസാനോക്കെ ഭലേ ലോകോക്കെ സാത്ത്, നല്ല മനുഷ്യരോട് നേക്ക് വ്യവഹാർ കരെ, വളരെ നല്ല രീതിയിൽ പെരുമാറുക. നല്ല ആൾക്കാരോട് നല്ലോണം പെരുമാറുക. और ബദ്മാശോ കോ കരാറാ സബക് സിഖായേ. ബദ്മാശ അപ്പം മൂന്നാമത് വന്നല്ലേ, തമ്മാടികളോട് കർശനമായ നിലപാടെടുക്കുക. നല്ല ആൾക്കാരോട് നല്ലോണം പെരുമാറുക, മോശം ആൾക്കാരോട് നല്ലോണം പെരുമാറുക, അല്ലേ? അതാണ് പറഞ്ഞത്, നല്ലോണം പെരുമാറുക എന്ന് പറയില്ലേ, അതുപോലെ നല്ലോണം കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. അതൊക്കെ എൻ്റെ മോനെ നിങ്ങൾ പഠിപ്പിക്കണം. സബക് സിഖായ നല്ല പാഠം പഠിപ്പിക്കണം എന്നാ. जब लोग भेड़ों की तरह एक ही रास्ते पर चल रहे हैं हो तो उसमें भीड़ से अलग होकर अपने रास्ता बनाने की हिम्मत हो. ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഒരേപോലെ, ഒരാൾ എന്തെങ്കിലും ചെയ്തോ അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നു. എല്ലാ കാര്യത്തിലും, പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, കളിയുടെ കാര്യത്തിലാണെങ്കിലും, ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അനുസരിക്കുന്ന കാര്യത്തിലായാലും, എതിർക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അറിയാം, മുന്നിൽ ആരാ ഒരു നേതാവ് എന്ത് പറയുന്നു അതിനനുസരിച്ച് അങ്ങനെ പോകും. അതൊരു ചെമ്മരിയാടിന്റെ സ്വഭാവമാണ്. ചെമ്മരിയാട് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു വടിയും മറ്റേ കിടക്കുന്നുണ്ടാവും, വേണമെങ്കിൽ അതിൽ ചാടി പോവാം. അതേസമയം ചെമ്മരിയാട് ആ വടിയിൽ പിന്നെ വടി ചാടി കിടക്കാതെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മാറി അങ്ങോട്ട് നീങ്ങി പോവാണ് വിചാരിച്ചോളൂ. ബാക്കിൽ വരുന്ന എല്ലാ ചെമ്മരിയാടുകളും റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടേ പോവുള്ളൂ. അപ്പം ചെമ്മരിയാടുകളെ പോലെ ആവരുത്. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം, നമ്മുടേതായ നിലപാടുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. जब लोग भेड़ों की तरह एक ही रास्ते पर चले रहे तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. ആ തിരക്കിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആലോചിക്കാനും നിലനിൽക്കാനും ആ ആലോചനയുമായി മുന്നോട്ട് പോകാനുള്ള ഹിമ്മത്ത്, ധൈര്യം ഉണ്ടായിരിക്കണം. उसे सिखाएं कि वो हर एक की बात को ध्यान पूर्वक सुने. വേറൊരു കാര്യം കൂടി പഠിപ്പിക്കണം, അവൻ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പഠിപ്പിക്കണം. फिर उसे अपने सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. അതിനുശേഷം എന്ത് ചെയ്യണം, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പൊന്നുരച്ച് നോക്കുന്ന പോലെ, പൊന്ന് ഉരച്ച് നോക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ SBIയിലൊക്കെ പോയാലും പറഞ്ഞാണ്, ബാങ്കുകളിലൊക്കെ പോയി പണയം വെക്കുമ്പോൾ
അവിടെ ചെറിയ കട്ട ഉണ്ടാവും, അതിലിങ്ങനെ ഒന്ന് ഉരച്ചു നോക്കും. എന്നിട്ടാണ് ഇപ്പോഴാണ് പ്യൂരിറ്റി ചെക്കിംഗ് മെഷീനൊക്കെ ഉള്ളത്. ആദ്യമൊക്കെ ഒരു ചെറിയ കട്ട ഉണ്ടാവും, തട്ടാമാരടുത്തൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളും കാണാറുണ്ടായിരുന്നു. അത് മെല്ലെ ഒന്ന് ഉരച്ചു നോക്കും, എന്നിട്ട് അതിൻ്റെ നിറം കണ്ടിട്ട് മനസ്സിലാക്കും. കല്ലിലും സ്വർണത്തിലും ആ വ്യത്യാസം കാണാതെ വരയ്ക്കുമ്പോൾ. അപ്പോൾ കസൗട്ടി എന്ന് പറഞ്ഞാൽ ഉരകല്ലാണ്. അങ്ങനെ സത്യത്തിൻ്റെ ഉരകല്ലിലിട്ടൊന്ന് മെല്ലെ വരച്ച് നോക്കുക. അതുപോലെ സത്യമാണോ, സത്യം തന്നെ അല്ലേ എന്ന് ചിന്തിച്ച് അത് തിരിച്ചറിയുക. അഗർ ഹോ സക്കേത്തോ ഉസേ ദുഃഖമേ ബി ഹസ്നെ കി സീഖേ. പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടി പഠിപ്പിക്കണം, ദുഃഖം ഉണ്ടെങ്കിലും ചിരിച്ചോണ്ട് നേരിടാൻ പഠിപ്പിക്കണം. ദുഃഖം ഉണ്ടെങ്കിലും ചിരിച്ചോണ്ട് നേരിടാൻ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സംഗതി? വീട്ടിലൊരാൾ മരിച്ചു വിചാരിക്കുക, അപ്പോൾ വരുന്ന ആൾക്കാർ കയറി ഇരിക്കുക, എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കണം എന്നാണോ? അല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങൾ? നിങ്ങൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ലേശം മാർക്ക് നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഏട്ടന് കൊടുത്തതിനേക്കാൾ കുറച്ച് സാധനം കുറവ് എനിക്ക് തന്നു, അല്ലെങ്കിൽ അനിയന് കൊടുത്തതിനേക്കാൾ ലേശം കൂടി കുറവാണ് എനിക്ക് കിട്ടിയത്. എന്ത് സ്നേഹത്തിന്റെ കാര്യമാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ കാര്യമാവും, എന്തായാലും ആ സമയത്ത് അത് ചിരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ആ സമയത്ത് നമ്മൾ വാശി പിടിച്ച് കരയൊക്കെ ചെയ്താൽ പിന്നെ കിട്ടുകയില്ല. ആ സമയം ചിരിച്ചുകൊണ്ട് സാരമില്ല, അടുത്ത പ്രാവശ്യം എനിക്കും കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അഗർ ഹോ സക്കെ തോ ഉസേ ദുഃഖ് മേ ബി ഹസ്നെ കി സീഖ്തേ. പറ്റുമെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ പഠിപ്പിക്കണം എന്നാണ് അബ്രഹാം ലിങ്കൺ പറയുന്നത്. അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത് നോക്കൂ. उसे समझाएं कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. वो आलोचकों को नजरअंदाज करें और छट्टूकारों को सावधान रहे. അവസാന ഭാഗത്ത് എന്താ പറയുന്നത് നോക്കൂ. उसे समझाएं कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं. वो आलोचकों को नजरअंदाज करें और चाटुकारों से सावधान रहे. वो अपने शरीर की ताकत के बलबूते पर भरपूर कमाई करें, परंतु अपनी आत्मा और अपने ईमान को कभी न बेचे. उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी खड़ा होकर अपने सत्य के लिए जूझता रहे. आप उसे तसल्ली से सिखाएं, परंतु बहुत लाड प्यार में उसे बिगाड़े नहीं. उसे हमेशा ऐसी सीख दें कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. मैं अपने पत्र में बहुत कुछ लिखा है, देखें इसमें से क्या करना संभव है. नोकू, उसे समझाएं कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. ആദ്യം നമ്മൾ പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉറച്ചു നിൽക്കണം, ദുഃഖങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കണം, പ്രശ്നങ്ങളെ അവഗണിച്ചു കളയണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഉസെ സംശായി, അവന് മനസ്സിലാക്കി കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒക്കെ റോനാഭി പടേ തോ ഉസ്മേ കോയി ശർം കി ബാത് നഹീ. ഒരാൾ കരയേണ്ട ഒരു സന്ദർഭം വരികയാണെങ്കിൽ കരയാൻ മടിക്കാൻ പാടില്ല, അതിൽ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാള് ചിലപ്പോൾ ഉറക്കെ കരയേണ്ട ഒരു സന്ദർഭം ഉണ്ടാവും, ആ സമയത്ത് നമ്മൾ ഉറക്കെ കരഞ്ഞിരിക്കണം. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ആവേഗങ്ങളെ തടയാൻ പാടില്ല എന്ന്. ആവേഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഒന്ന്, തുമ്മാൻ വരിക, തുമ്മാൻ വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തുക. അല്ലെങ്കിൽ ആവേഗമാണ് വിശപ്പ്, ദാഹം,
മൂത്രമൊഴിക്കാൻ മുട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെ വിസർജനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കരച്ചിൽ, അതിഭീകരമായിട്ട് ഭയങ്കരമായ കരച്ചിൽ വരിക, ഇതൊന്നും തടഞ്ഞു നിർത്താൻ പാടില്ല. നിങ്ങൾ കരയണം. ഇവിടെ പറയുന്നു അതിന് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് നടന്നു പോകണം വിചാരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് 2-3 ആൾക്കാർ വന്നിട്ട് നിങ്ങളെ പിടിച്ചു വിചാരിക്കും. ഇവരെ മുന്നിൽ ഞാൻ കരയണത് മോശമല്ല വിചാരിച്ച് നിന്നാൽ നിങ്ങളങ്ങോട്ട് മോശമാവും. നിങ്ങളെ പിടിച്ചുകൊണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിടും. അതേസമയം നിങ്ങൾക്ക് ആ സമയത്ത് തോന്നേണ്ട കാര്യം എന്താ? ഒറ്റയ്ക്ക് 4-5 ആൾക്കാരെ എതിർക്കാൻ എന്തായാലും കഴിയില്ല. ആർത്തട്ടഹസിച്ചാണ് കരയന്നെ. അപ്പോൾ ആളുകൾ എന്തായാലും ഓടിക്കൂടും അല്ലേ? അപ്പോൾ അവിടെ ലജ്ജിക്കേണ്ട, നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചകോങ്കോ നസർ അന്താസ് കരെ और ചാട്ടുകാരോं से സാവധാന. പിന്നെ ആലോചക്, മലയാളത്തിലെ ആലോചനയല്ല കേട്ടോ. ആലോചക് എന്ന് പറഞ്ഞാൽ വിമർശനാണ്. ആലോചക് എന്ന് പറഞ്ഞാൽ വിമർശകര്. വിമർശകരെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നസർ അന്താസ് കരെ പറഞ്ഞാൽ അങ്ങോട്ട് കണ്ടില്ല എന്നടിക്കുക, അവഗണിക്കുക. വിമർശകർക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നല്ല നല്ല വിമർശകരുണ്ടാവും. അതെങ്ങനെ? നേരിട്ട് വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയും. നീ അത് ചെയ്തത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറയും. ഒരു സൈസ് വിമർശകരുണ്ടാവും. അവനുണ്ടല്ലോ ആള് ശരിയല്ല, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു നടക്കും. കാരണം എന്താ? നമ്മളുടെ അടുത്ത് എത്താൻ പോലും അർഹത ഉണ്ടാവില്ല ഇവർക്കൊന്നും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അവരെന്തെങ്കിലും ചെയ്യും, അതില്ലായിരുന്നു. അങ്ങനത്തെ ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അങ്ങനത്തെ ആളുകളെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പിന്നെ ചിലർക്ക് ഈ കുറ്റം പറയുന്ന സ്വഭാവം നല്ലോണം ഉണ്ടാവുമല്ലോ. എന്ത് കിട്ടിയാലും അത് കുറ്റം പറയുക, ഭക്ഷണ സാധനത്തിന് കുറ്റം പറയുക, എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തിയ അതിന് കുറേ കുറവുകൾ കണ്ടെത്തുക. ഒരാൾ പിന്നെ ഓടുമ്പം അയാളുടെ ഇടത്തെ കാലം ആദ്യം വെച്ചത് അല്ലെങ്കിൽ വലത്തെ കാലായിരുന്നില്ലേ വെക്കേണ്ടിയിരുന്നത്, അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പം ഒരാൾ തമാശയായിട്ട് പറഞ്ഞ കേട്ടിട്ടില്ലേ, എല്ലാ ഭക്ഷണവും നന്നായി, അവിടുത്തെ എല്ലാ സദ്യയും നന്നായി, അവിയൽ നന്നായി, സാമ്പാർ, കാളനും ഓരലും തോരനും ഒക്കെ നന്നായിരുന്നു, പക്ഷേ അവിടുന്ന് ആ വിളമ്പിയ പൂവമ്പഴം ഉണ്ടല്ലോ കുറച്ച് വണ്ണം അധികമായി പോയി. അഥവാ കുറ്റം പറയണമെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. അത് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ സദ്യ മോശമായി നമുക്ക് പറയാൻ പറ്റുമോ? മോശമാണ് അവിടെ ഉള്ളത്? അല്ല, അതാണ് പറഞ്ഞത്. ചില വിമർശകരെ നമ്മൾ നസർ അന്താസ്കരെ മൈൻഡ് ചെയ്യാതെ വിടുക. അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, പോട്ടെ, അയാൾക്ക് എന്ത് പറയാലോ എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ടീമുണ്ട്, ചാട്ടുകാര്. വിമർശകരെക്കാളും ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് ചാട്ടുകാർ. ചാട്ടുകാർ എന്ന് പറഞ്ഞാല് ഈ മുഖസ്തുതി പറയുന്ന ആൾക്കാർ. മുഖസ്തുതി പറയാൻ എന്താ? മുഖത്ത് നോക്കിയിട്ട് നമ്മളെ പറ്റി ഇങ്ങനെ പൊക്കി 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 പറയാ എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്ത കുറെ കഴിവുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ പറയണേ. പിന്നെ എന്താ പറയാ, നിന്റെ അത്ര ബുദ്ധി, നിന്റെ അത്ര ഓർമ്മശക്തി, നിനക്കൊക്കെ GS പ്രദീപിന്റെ ഒക്കെ മാതിരിയുള്ള ഭയങ്കര ബുദ്ധിയാണ്. നമ്മളൊക്കെ ഒരു ആവറേജിന് താഴെ ആയിരിക്കും ബുദ്ധി ഉണ്ടാവുക. എന്നാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കി പറയാം GS പ്രദീപൊക്കെ നിന്റെ മുന്നിൽ തോറ്റു പോകും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ശരി ശരി, എന്നാ വിട്ടോ എന്ന് നമ്മുടെ മനസ്സിൽ പറയണം. സാവധാനം രഹി. അങ്ങനത്തെ ആൾക്കാരെ ശ്രദ്ധിക്കണം. അവരെന്തെങ്കിലും തരത്തിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആ രീതിയിൽ സംസാരിക്കുക. ഓക്കെ, സാവധാൻ രഹ്ന, ശ്രദ്ധിക്കുക. സാവധാൻ. ഈ സ്കൗട്ടിലും ഗൈഡ്സിലും NCCയിലൊക്കെ ഉള്ള കുട്ടികൾക്കറിയാം, സാവധാൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്നാണ്. അപ്പോൾ ഇവരോട് നല്ലോണം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ആൾക്കാരോട് ഈ പൊക്കി പറയുന്ന ആളുകളെ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ള കാര്യങ്ങൾ പറയുന്നവരെ പിന്നെ ശ്രദ്ധിക്കണം എന്നല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. वो अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे. പിന്നെ ശരീരക്ക് താക്കത്ത്, ശരീരത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് അധ്വാനിക്കണം. വെറുതെ ഇങ്ങനെ ജിംനേഷ്യത്തിൽ പോയിട്ട് കുറെ ഇരുമ്പൊക്കെ പൊക്കി മസിലൊക്കെ വീർപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ആരോഗ്യം ഉണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് കൈക്കൂട്ട് കളിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ജോലിയാണോ അയാൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ പറ്റും അത് ചെയ്യണം. അല്ലാതെ അയാളുടെ ആരോഗ്യം കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് മസിലും പെറുപ്പിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആരോഗ്യത്തിനനുസരിച്ച് അധ്വാനിക്കാൻ ശീലിക്കണം. പിന്നെയോ,
കമായിക്കലാണ് സമ്പാദിക്കുക എന്നാണ് അർത്ഥം. സമ്പാദിക്കുക എന്നാണ് അർത്ഥം അധ്വാനിക്കുക. പരന്തു अपने आत्मा और अपने ईमान को कभी न बेचे. ആത്മാവിനെയും വിശ്വാസത്തെയും പണയം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും പാടില്ല. ആത്മാഭിമാനവും വിശ്വാസവും അടിയറവ് വെച്ചുകൊണ്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത്. നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ആത്മാഭിമാനം പണയം വെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ പറയുന്നു, उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी खड़ा होकर अपने सत्य के लिए जूझता रहे. പിന്നെ അവന് ഇങ്ങനെയുള്ള കഴിവുണ്ടാക്കി കൊടുക്കണം. ചില്ലാത്തി ഭീഡ് കെ സാമനെ ഭി ഖടാ ഹോക്കർ, ഉറക്കെ കരയുന്ന, ഉറക്കെ നിലവിളിക്കുന്ന, ഉറക്കെ വിളിച്ചു പറയുന്ന. ചില്ലാന പറഞ്ഞാൽ കരയുക, നിലവിളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വലിയൊരു ജനക്കൂട്ടം ഒക്കെ കൂടി ഉറക്കെ പറയുകയാണ്, എന്തോ ഒരു കാര്യം പറയുകയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അപ്പനെ സത്യത്തിലെ ജൂസ്താരഹെ, തൻ്റെ സത്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കണം. സത്യത്തിനും ന്യായത്തിനും വേണ്ടി നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കണം പറയുന്നതാണ്. ചിലര് പിന്നെ അന്യായത്തിന് വേണ്ടിയിട്ടായിരിക്കും ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതൊറ്റയ്ക്കാണെങ്കിൽ പോലും ന്യായമാണ്, നമ്മുടെ ഭാഗം ന്യായമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വാദിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ പറയുന്നു, ആപ്പുസെ തസല്ലി സെ സിഖായേ. സർ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ എൻ്റെ മോനെ പഠിപ്പിക്കണം. പരന്തു ഉസേ ബഹുത് ലാഡ് പ്യാർ സെ ഉസേ ബിഗാड़ नहीं. ഒരുപാട് ലാളിച്ചങ്ങോട്ട് വഷളാക്കുകയും ചെയ്യരുത്. സ്നേഹിക്കണം, ഇഷ്ടം കാണിക്കണം, ലാളിക്കണം ഒക്കെ ചെയ്യണം. പക്ഷെ വഷളാക്കി കളയരുത്. ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അമ്മയും അച്ഛനും വീട്ടിലുള്ള എല്ലാവരും, അമ്മമ്മയും എല്ലാവരും ലാളിച്ച് ഒരു തെറ്റ് ചെയ്താലും ശിക്ഷിക്കാത്തൊരവസ്ഥ. കുറച്ചു കാലം കഴിയുമ്പം അമ്മേനെ അനുസരിക്കാതെ, അച്ഛനെ അനുസരിക്കാതെ, അമ്മമ്മേനെ അനുസരിക്കാതെ വേറെ കോലത്തിലേക്ക് മാറുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടില്ലേ. അതാണ് പറഞ്ഞത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം. ഇവിടെ പറയുന്നു, ലാളിച്ച് എൻ്റെ കുട്ടീനെ വഷളാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണേന്ന്. उसे हमेशा ऐसी सीख दे कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. എപ്പോഴും അവനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യജാതിയെ അതിരറ്റ് ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ശ്രദ്ധ പറഞ്ഞ ആദരവ്. മനുഷ്യജാതിയെ ആദരിക്കാൻ പഠിപ്പിക്കണം. ഒരു ഹിന്ദുവിനെ പഠിപ്പിക്കണം എന്നല്ല, ഒരു മുസ്ലിമിനെ പഠിപ്പിക്കണം എന്നല്ല, ഒരു ക്രിസ്ത്യനെ ആദരിക്കണം എന്നല്ല, ഒരു ജൈനനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. മനുഷ്യജാതിയെ, ആണിനെ ബഹുമാനിക്കണമെന്നോ പെണ്ണിനെ ബഹുമാനിക്കണമെന്നോ കുട്ടിയെയോ വൃദ്ധനെയോ ബഹുമാനിക്കണമെന്നോ അല്ല പറഞ്ഞത്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു മനുഷ്യജാതിയെ. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടും. മനുഷ്യനാണോ അവനെ നിങ്ങൾ ബഹുമാനിച്ചിരിക്കുക. അവൻ സമ്പന്നനാണോ ദരിദ്രനാണോ നോക്കരുത്, അവന് വെളുത്തവനാണോ കറുത്തവനാണോ എന്ന് നോക്കരുത്. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അസീം എന്ന് പറഞ്ഞാൽ അതിരറ്റ്, സീമ എന്ന് പറഞ്ഞാൽ അതിര്, അസീം എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് അവനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം, मैं अपने पत्र में बहुत कुछ लिखा है, देखें इसमें से क्या करना संभव है. ഞാൻ എൻ്റെ കത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. ശരിയാണല്ലേ, അദ്ദേഹം എഴുതിയത് ഒരു പേജേ ഉള്ളൂ. പക്ഷേ നമുക്കതിൻ്റെ ഓരോ വാചകങ്ങളും ഓരോ വലിയ മഹാകാവ്യം എഴുതാൻ മാത്രം ആശയസമ്പൂർണമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നു, മേനെ അപ്പനെ പത്രമേ ബഹുത് കുച്ച് ലിഖാ ഹും. ഞാൻ വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മേനെ അപ്പനെ പത്രമേ ബഹുത് കുച്ച് ലിഖാ ഹെ, വളരെ കുറച്ച് മാത്രമേ എഴുതിയുള്ളൂ. ദേഖേ ഇസ്മേ സെ ക്യാ കർണ സംഭവ് ഹെ, ഇതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എബ്രഹാം ലിങ്കൺ കത്ത് അവസാനിപ്പിക്കുന്നു. ഇതാണ് എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ്റെ സാറിനയച്ച കത്ത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഇട്ടിട്ടോ വീഡിയോ കോളായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കുക. വേർഡ് മീനിങ്ങോ സെൻറ്റൻസോ ഇനി ഏതെങ്കിലും ഗ്രാമർ ഭാഗമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.